റിപ്പോർട്ട് ബ്രേക്കിംഗ്. കാസർകോട് പടന്നയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഭിന്നത തെരുവിൽ. ലീഗ് നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങി യൂത്ത് ലീഗ് പ്രവർത്തകർ. മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന് സീറ്റ് നൽകിയതിലാണ് പ്രതിഷേധം. മാഫിയ സംഘം ഗോ ബാക്ക് എന്ന് മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം. യഥാർത്ഥ ലീഗ് നമ്മളാണ്. മുസ്ലിം ലീഗ് സിന്ദാബാദ്. യൂത്ത് ലീഗ് സിന്ദാബാദ്. മുസ്ലിം ലീഗ് സിന്ദാബാദ്. അരുൺ പൂപ്പറമ്പ് നൽകും വിശദാംശങ്ങൾ. അരുൺ, തെരുവിലെത്തി പ്രതിഷേധങ്ങളല്ലേ, ഭിന്നത. ഇതിപ്പോ മാഫിയ സംഘം ഗോ ബാക്ക് എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഔദ്യോഗിക പക്ഷത്തിനെതിരെ യൂത്ത് ലീഗ് ഇറങ്ങി. ഇതെന്തായിരുന്നു സാഹചര്യം? റോഷ്നി, പടന്ന എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. വലിയ സ്വാധീനം മുസ്ലിം ലീഗിനുള്ള സ്ഥലമാണ്. അവിടെ ഈ സീറ്റ് വിഭജന ചർച്ചകളിൽ ആദ്യഘട്ടം മുതൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് ആദ്യം ലീഗ് നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത്. അതിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം ഈ ശക്തി കേന്ദ്രങ്ങളിൽ പടന്ന പോലുള്ള മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പല വാർഡുകളിലും അത്തരം കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന് സീറ്റ് നൽകിയതിനെതിരായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതിഷേധം. ഈ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയ പിന്നീട് ഓഫീസ് അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഇതിൽ പ്രതിഷേധിച്ച് എല്ലാ അംഗങ്ങളും രാജിവെച്ച് പുറത്തു പോകുന്ന സാഹചര്യം. അങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധം ലീഗ് നേതൃത്വത്തിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തുക. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ അത് തെരുവിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പത്രിക നൽകുന്ന അവസാന ദിവസമാണിന്ന്. ഇന്ന് ഈ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ പടന്ന ഡിവിഷനിൽ ലീഗിന് വിമത സ്ഥാനാർത്ഥിയായി അവിടെ സ്ഥാനാർത്ഥി പത്രിക നൽകിയതിന് ശേഷമാണ് ഈ പ്രകടനം. നേതൃത്വത്തിനെതിരെ മാഫിയ സംഘം ഗോ ബാക്ക്, ഞങ്ങളാണ് യഥാർത്ഥ ലീഗ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രകടനം തെരുവിലേക്ക് ഈ പ്രശ്നങ്ങൾ നീണ്ടിട്ടുള്ളത്. എന്തായാലും അതിലുള്ള ഭിന്നത തെരുവിലേക്ക് ഇറങ്ങിയതാണ്. പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് യൂത്ത് ലീഗ്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.